ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും എല്ലാം കഴിക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു ഉണ്ടപ്പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ പത്തിരിക്കൊന്നും എടുക്കുന്ന നൈസായിട്ടുള്ള അരിപ്പൊടിയല്ല, കുറച്ച് തരിയുള്ള അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് ഇതിലോട്ടുള്ള തേങ്ങയൊന്ന് പൊടിച്ചെടുക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്കിപ്പോൾ 1 ടീസ്പൂൺ നല്ല ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടെ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കണം. ഓവറായി അരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതിയാവും. നമുക്കിനി അരിപ്പൊടി ഒന്ന് തിളച്ച വെള്ളത്തിൽ കുഴച്ചെടുക്കണം. അതിനായിട്ടൊരു പാത്രം വെച്ചിട്ട് ഇതിലോട്ട് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. 1 ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്, അപ്പോൾ അതിലോട്ട് 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് അല്പം ഉപ്പ് കൂടെ ഈ സമയം ചേർത്ത് കൊടുക്കാം. നമുക്കിതിലോട്ട് തേങ്ങയും ജീരകവും കൂടെ പൊടിച്ചു വെച്ചത് കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിതിൽ മധുരം ചേർത്തിട്ടല്ല ഉണ്ടാക്കുന്നത്. മധുരം വേണമെങ്കിൽ ഈ സമയത്ത് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഉപ്പ് അല്പം കുറച്ചിട്ട് പഞ്ചസാര കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ബോയിലായി വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലോട്ട് പുട്ടുപൊടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പുട്ടുപൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം ഇവിടെ കറക്റ്റായി വന്നിട്ടുണ്ട്. വെള്ളം കുറച്ച് കൂടിക്കഴിഞ്ഞാലും നമുക്കിതിൽ അല്പം പുട്ടുപൊടി കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് സെറ്റാക്കിയാൽ മതിയാവും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 3 മിനിറ്റ്സ് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി ഒന്ന് തുറന്ന് വെച്ചിട്ട് ചൂടാറുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇത് ഓവർ ചൂടാറേണ്ട ആവശ്യമില്ല. ഒരു ഇളം ചൂടുള്ളപ്പോൾ തന്നെ നമുക്കത് കൈവച്ച് ബോൾസാക്കി എടുക്കാം. ഇപ്പോൾ പൊടി ഇവിടെ ചൂടാറി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കൈവച്ച് കുഴച്ചെടുക്കാനുള്ള ഒരു ചൂട് മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഇത് ഈ സമയം നമുക്ക് ഓരോ ബോൾസാക്കി എടുക്കാം. ഇതുപോലെ ഓരോ ബോൾസും നമുക്ക് റെഡിയാക്കി എടുക്കണം. ഇപ്പോൾ എല്ലാ ബോൾസും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ആവി കയറ്റിയെടുക്കാം. ഞാനൊരു ഇഡ്ഡലി കുക്കറിൽ വെച്ചിട്ടാണ് എല്ലാം സ്റ്റീം ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് ഓരോ ഉണ്ടകളായിട്ട് വെച്ച് കൊടുക്കാം. ഇപ്പോൾ എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയൊരു 10 മിനിറ്റ്സ് നേരം ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും. എന്നിട്ട് നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമ്മുടെ ഉണ്ടപ്പുട്ടെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചൂടാറിയ ശേഷം ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇപ്പോൾ ഉണ്ടപ്പുട്ടെല്ലാം റെഡി ആയിട്ട് ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിന് മുകളിൽ അല്പം തേങ്ങ കൂടെ ഇപ്പോൾ ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമുക്ക് കറികളൊന്നും ഇല്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. തേങ്ങാപ്പാലിൻ്റെ കൂടെയും ചിക്കൻ കറിയുടെ കൂടെയും എല്ലാം നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.